പാരലൽ യൂണിവേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. അതിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെയാണ് ഞാൻ ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നത്. പാരലൽ യൂണിവേഴ്സും ടെലിപോർട്ടേഷനും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് എൻ്റെ അനുഭവം. ഇന്നുവരെ മറ്റൊരു പ്രപഞ്ചം ഉണ്ടെന്നുള്ള ഊഹാപോഹങ്ങൾ അല്ലാതെ ആരും നേരിട്ട് മറ്റൊരു പ്രപഞ്ചത്തിൽ പോയി വന്നിട്ടില്ല. ടെലിപോർട്ടേഷൻ ഭാവിയിൽ സാധ്യമാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നുവരെ അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടന്നിട്ടില്ല. പാരലൽ യൂണിവേഴ്സ് എന്നാൽ സമാന്തര പ്രപഞ്ചം എന്നാണ് അർത്ഥം. നമ്മുടെ സൗരയൂഥം പോലെ മറ്റൊരു സൗരയൂഥം, നമ്മുടെ ഗാലക്സി പോലെ മറ്റൊരു ഗാലക്സി. കാണാൻ ഫോട്ടോ കോപ്പി എടുത്തതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അവിടെ നമ്മുടെ ഭൂമി പോലെ മറ്റൊരു ഭൂമി. എന്നാൽ ഇവയൊന്നും നമ്മുടെ കണ്ണെത്താ ദൂരത്തിലായിരിക്കും ഉണ്ടാവുന്നത്. കോടാനുകോടി പ്രകാശവർഷങ്ങൾക്ക് അപ്പുറമായിരിക്കും ഈ സമാന്തര പ്രപഞ്ചങ്ങൾ നിലനിൽക്കുന്നത്. എല്ലാം നമ്മുടെ കണക്കുകൂട്ടലുകളാണ്. പാരലൽ യൂണിവേഴ്സിനെ കുറിച്ച് അറിഞ്ഞവരിൽ ചിലർക്കെങ്കിലും അവിടെ ചെന്നെത്താൻ കഴിഞ്ഞിരുന്നു എങ്കിലെന്ന് തോന്നിയിട്ടുണ്ടാകും. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാളാണ് ഈ ഞാനും. പക്ഷേ നമ്മുടെ കയ്യിൽ അതിനുള്ള എന്തെങ്കിലും സാങ്കേതിക വിദ്യ ഉണ്ടോ? ഇന്നുവരെ അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇനി ഞാൻ എൻ്റെ അനുഭവം പറയാം. ഇന്നത്തെ കാലത്ത് ഫോൺ സ്വന്തമായി ഇല്ലാത്ത കുട്ടികൾ പോലും ഇല്ല. പക്ഷേ ഞാൻ അതിൽ നിന്നും വ്യത്യസ്തയായിരുന്നു. എനിക്കിപ്പോൾ 31 വയസ്സുണ്ട്. എൻ്റെ 27ാം വയസ്സ് വരെ എനിക്ക് ഒരു സ്വിച്ച് ഫോൺ പോലും ഇല്ലായിരുന്നു. എന്തെങ്കിലും ആവശ്യത്തിന് അമ്മയുടെ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. വർഷം കൃത്യമായി ഓർക്കുന്നില്ല, എങ്കിലും 2015 മുൻപുള്ള ഏതോ വർഷമായിരുന്നു. ഊണ് കഴിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴും ഒക്കെ ടിവിയുടെ മുന്നിൽ ചെന്നിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ റിമോട്ട് കിട്ടിയാൽ മാത്രമേ ഞാൻ ടിവി കാണുകയുള്ളൂ. ഞാൻ ചോറും എടുത്ത് ഇടനാഴിയിലൂടെ നടന്ന് ഉമ്മറത്ത് ടിവിയുടെ മുന്നിൽ വന്നിരുന്നു. വീട്ടിലുള്ള എല്ലാവരും ഓരോരോ വഴിക്ക് പോയിരിക്കുകയാണ്. ഞാനും ടിവിയും മാത്രം. ടിവിയിൽ ആദ്യം കിടക്കുന്നത് വാർത്താ ചാനലുകളാണ്. ടിവി ഓൺ ചെയ്തതും ഞാൻ വാർത്താ ചാനലുകൾ മാറ്റി പാട്ട് ചാനൽ വെക്കാൻ റിമോട്ട് എടുത്തു. അപ്പോൾ ടിവിയിൽ ഏതോ നടൻ മരിച്ച ന്യൂസ് ലൈവായി കാണിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ അതേത് നടനാണെന്ന് അറിഞ്ഞിട്ട് ചാനൽ മാറ്റാമെന്ന് ഞാനും കരുതി. നോക്കുമ്പോൾ ഒരു ഹിന്ദി നടനാണ്. ദാരാ സിംഗ് എന്നോ മറ്റോ ആണ് ആ നടന്റെ പേര്. ആള് മുത്താരംകുന്ന് പിയോ എന്ന ചിത്രത്തിൽ ഫയൽവാനായി അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലിസിയൊക്കെ ലൈവിൽ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആള് മലയാളത്തിലെ നടനൊന്നുമല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചാനൽ മാറ്റി. ഏകദേശം 5ഓ 6ഓ ന്യൂസ് ചാനലിൽ ഇതേ വാർത്ത തന്നെ ലൈവായി പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി. അടുത്ത ദിവസവും ഇതേപോലെ ഞാൻ തിന്നാനുള്ളതൊക്കെ എടുത്ത് ടിവിക്ക് മുന്നിൽ പോയിരുന്നു. ഇതേ വാർത്ത തന്നെയായിരുന്നു. 3ാം ദിവസമായി വീണ്ടും ഇത് തന്നെ. ലിസിയുടെ അനുഭവം പറച്ചിലൊക്കെ കാണിക്കുന്നുണ്ട്. മിനിഞ്ഞാന്ന് കണ്ട അതേ ലൈവ് തന്നെയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഞാൻ വേറെ ചാനൽ മാറ്റി നോക്കി. ഇനി വല്ല ഉഡായിപ്പ് ന്യൂസും ആയിരിക്കുമോ എന്നറിയാൻ. നോക്കുമ്പോൾ മറ്റു ചാനലുകളിലും ഫ്ലാഷ് ന്യൂസായി ഈ വാർത്ത എഴുതിവിടുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി, ഈ നടൻ മരിച്ചിട്ട് ഇന്നേക്ക് 3 ദിവസമായിരിക്കുന്നു. ഈ സിനിമാക്കാർ മരിച്ചാൽ ഇങ്ങനെയാണ്, 2ഉം 3ഉം ദിവസമൊക്കെ പൊതുദർശനത്തിന് വെക്കും. വല്ലാത്തൊരു കഷ്ടം തന്നെ എന്ന് ചിന്തിച്ച് തീരും മുൻപേ വാർത്ത വായിക്കുന്ന ആൾ പറയുകയാണ്, ഇന്ന് പുലർച്ചെ 4:30 അന്ത്യം സംഭവിച്ചത് എന്ന്. ഞാൻ ആകെ ഷോക്കായി പോയി. ഇന്ന് സംഭവിച്ച ഈ ഒരു വാർത്ത എങ്ങനെയാണ് ഞാൻ 3 ദിവസം മുന്നേ കണ്ടത് എന്നോർത്ത് എനിക്ക് എന്തോ പോലെ തോന്നി. ആരോടെങ്കിലും പറയാമെന്ന് വിചാരിച്ചാൽ വീട്ടിൽ ആരുമില്ലാത്തപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. ഇനി ടിവിയിൽ പ്രേതം കയറിയതായിരിക്കുമോ എന്ന് വിചാരിച്ച് പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് ടിവി കാണുന്ന പരിപാടി തന്നെ നിർത്തി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 2018 ജിയോയുടെ 1500 രൂപയുടെ സ്വിച്ച് ഫോൺ ഇറങ്ങിയപ്പോൾ ആദ്യമായി ഞാനൊരു ഫോൺ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ഇന്റർനെറ്റിന്റെ ലോകത്ത് എത്തിപ്പെട്ടു. അന്നു മുതലാണ് പാരലൽ യൂണിവേഴ്സിനെ കുറിച്ചും ടെലിപോർട്ടേഷനെ കുറിച്ചും ടൈം ട്രാവലിങ്ങിനെ കുറിച്ചും ഒക്കെ അറിഞ്ഞു തുടങ്ങിയത്. എനിക്ക് എല്ലാം മനസ്സിലായി തുടങ്ങി. ഇനി സംഭവിച്ചതിനെ പറ്റി എൻ്റെ ഒരു ഊഹം പറയാം. നമ്മുടെ ഭൂമിക്ക് സമാന്തരമായ വേറെയും ഭൂമികളുണ്ടെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നുവല്ലോ. ശരിക്കും ഇവിടെ സംഭവിച്ചത് ഒരു ടൈം ട്രാവലിംഗ് ആയിരിക്കാം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ടൈം ട്രാവലിന്റെ കാര്യം എങ്ങനെയാണെന്ന്. നമ്മൾ ഇപ്പോൾ സമയത്തിന്റെ മുന്നിലേക്കോ അല്ലെങ്കിൽ പിന്നിലേക്കോ പോയാലും
നിലവിൽ ഉള്ളതിനെ മായ്ച്ചു കളയാൻ ആവുമോ? അതായത് ഞാൻ ഇന്നലെ എന്റെ ഒരു പേന ക്ലാസ് റൂമിൽ വെച്ച് മറന്നു എന്ന് കരുതുക. ഞാൻ ഒരു ടൈം മെഷീനിൽ കയറി ഇന്നലയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇന്ന് എന്നൊരു ദിവസം മാഞ്ഞു പോകുന്നില്ലല്ലോ, അത് അവിടെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ എന്റെ അനുഭവവുമായി താരതമ്യം ചെയ്താൽ ഈ ടൈം ട്രാവലിംഗ് സാധ്യമാണ്. നമ്മുടെ ഭൂമി ഇപ്പോൾ 2024 ഓഗസ്റ്റ് 29 നിൽക്കുന്നത്. എനിക്ക് 2024 ആഗസ്റ്റ് 28 പോകേണ്ടത്. ഞാൻ ഇത് എങ്ങനെ ചെയ്യും? ഇത് സാധിക്കുമോ? സാധിക്കും. അതിന് നമ്മൾ പാരലൽ യൂണിവേഴ്സിലേക്കാണ് യാത്ര പോവേണ്ടത്, നമ്മുടെ ഭൂമിയുടെ അപരഗ്രഹത്തിലേക്ക്. ഈ ലോകത്തിൽ കോടിക്കണക്കിന് ഭൂമിയുടെ അപരന്മാർ ഉണ്ട്. ഓരോന്നും തീയതി കൊണ്ടും വർഷം കൊണ്ടും വ്യത്യസ്തമായിരിക്കും. ഒരു ഭൂമിയിൽ 2024 നടക്കുന്നത് എങ്കിൽ അതിന്റെ അപരഗ്രഹത്തിൽ ഒരുപക്ഷെ 2025 നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ വർഷങ്ങളോ ദിവസങ്ങളോ ഉള്ള നമ്മുടെ അപരഗ്രഹത്തിലേക്കുള്ള യാത്രയാണ് ടൈം ട്രാവൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും എനിക്ക് സംഭവിച്ചത് അതുതന്നെ ആയിരിക്കാം. 3 വ്യത്യസ്തമായ ഭൂമികൾ, അതിലൊന്നിൽ ഞാൻ ജീവിക്കുന്നു. മറ്റു 2 അപരഭൂമികളിലും എന്റെ വീടും എന്റെ നാടും എന്റെ അപരയും ജീവിക്കുന്നുണ്ടാവാം. ഞാൻ എന്റെ വീടിന്റെ ഇടനാഴിയിലൂടെ നടക്കുന്നതിനിടയ്ക്ക് എങ്ങനെയോ ടെലിപോർട്ടായി തൊട്ടടുത്ത ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന അപരഭൂമിയിൽ എത്തിയതായിരിക്കാം. അതായത് ഞാൻ ജീവിക്കുന്ന ഭൂമിയേക്കാൾ 3 ദിവസം മുന്നേ പിറവിയെടുത്ത മറ്റൊരു ഭൂമി, അതിന്റെ അടുത്ത ദിവസം നമ്മുടെ ഭൂമിയേക്കാൾ 2 ദിവസം മുന്നേ സഞ്ചരിക്കുന്ന വേറൊരു ഭൂമിയിൽ എത്തി. അവിടെ വെച്ചായിരിക്കാം ഞാൻ ആ ന്യൂസ് കണ്ടത്. അവിടെയൊക്കെ എന്റെ വീടിന്റെ അപരന്മാരും ഉണ്ടായിരുന്നിരിക്കണം. ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ എങ്ങനെ അവിടെ എത്തിയെന്ന് ചിന്തിച്ചു. അതിന് എനിക്ക് കിട്ടിയ ഉത്തരം ഇതായിരുന്നു: നാം ഒറ്റയ്ക്ക് ആവുമ്പോഴാണ് വിചിത്രമായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്നത്. അതിന് കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ്. തനിച്ച് ആവുമ്പോൾ മനസ്സിൽ 100 ചിന്തകൾ ഉണ്ടാവുന്നു. പതിയെ നാം പരിസരം മറക്കുന്നു. ശക്തിയുള്ള ഓറ ഉള്ള വ്യക്തികളുടെ മനസ്സിന് അതിശക്തമായ കഴിവുകൾ ഉണ്ടാവും. നാം പോലും അറിയാതെ നമ്മുടെ അബോധ മനസ്സ് മറ്റ് പ്രപഞ്ചങ്ങളിലേക്ക് ഒരു വാതിൽ സൃഷ്ടിക്കുന്നുണ്ടാവും. അതിലൂടെ കടന്നായിരിക്കണം കണ്ണെത്താ ദൂരത്തുള്ള അപരഗ്രഹത്തിൽ എത്തിച്ചേർന്നത്. അതായത് പ്രപഞ്ചത്തിന്റെ 2 അറ്റങ്ങളെ കൂട്ടിമുട്ടിക്കുന്ന വേം ഹോളുകൾ ഉണ്ടെന്ന് ഒരു കഥ നിലനിൽക്കുന്നു. നമുക്ക് ചുറ്റും അദൃശ്യമായി അവ നിലനിൽക്കുന്നുണ്ടാവാം. നമ്മുടെ ഉപബോധ മനസ്സിന്റെ ആകർഷണ വലയത്തിൽ അവ നമുക്കരികിലേക്ക് എത്തിച്ചേരുമ്പോൾ ആയിരിക്കണം ഒരു പക്ഷേ ഈ ടൈം ട്രാവലിംഗ് സാധ്യമാവുന്നത്. ഒരു ഉദാഹരണം പറയാം. പണ്ട് നമ്മളോടൊപ്പം ജീവിച്ച പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. പക്ഷേ നമ്മുടെ ഭൂമിയേക്കാൾ പ്രായം കുറഞ്ഞ അപരഗ്രഹത്തിൽ അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും, അല്ലേ? അതായത് ഒരാൾ 2018 ജനുവരി 5 മരിച്ചു എന്ന് കരുതുക. 2018 ഡിസംബർ മാസം നടക്കുന്ന ഒരു അപരഗ്രഹത്തിലേക്ക് നാം ചെല്ലുകയാണെങ്കിൽ അവിടെ അയാളുടെ അപരനെ നമുക്ക് കാണാനാവും. ചിലരൊക്കെ പറയാറില്ലേ, ഇടവഴിയിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ മരിച്ചുപോയ ആളെ കണ്ടു എന്നൊക്കെ. ഒരു പക്ഷേ അവർ പോലും അറിയാതെ അവരുടെ ഉപബോധ മനസ്സ് സൃഷ്ടിച്ച മായാവലയത്തിലൂടെ കയറി ചെന്ന് അപരഭൂമിയിലെത്തി അവിടെ ജീവനോടെ ഇരിക്കുന്ന ആളെ തന്നെയാവാം അവർ കണ്ടത്. ഒരു നിമിഷം മനസ്സിന്റെ നിയന്ത്രണം തിരിച്ചു കിട്ടുമ്പോൾ വീണ്ടും സ്വന്തം ഗ്രഹത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. നാം വിചാരിക്കും മരിച്ച ആൾ പ്രേതമായി വന്നു എന്നിട്ട് മാഞ്ഞുപോയി എന്നൊക്കെ. പക്ഷേ ശരിക്കും നമ്മളാണ് മറ്റു പല ലോകത്തും ചെല്ലുന്നത്. നാം അത് അറിയുന്നില്ല എന്ന് മാത്രം.